ഒരു കുടുംബത്തിലെ 2 പേർ കൊല്ലപ്പെട്ടതിന്റെ നടുക്കത്തിലാണ് കാസർഗോഡ് മഞ്ചേശ്വരം തൂമിനാട് സ്വദേശികൾ. പിതാവിന്റെ കുത്തേറ്റ് മകളും ബന്ധുവുമാണ് കൊല്ലപ്പെട്ടത്. ലഹരിക്കടിമയായ തൂമിനാട് സ്വദേശി ഉമ്മർ ഫാറൂഖ് സ്വത്ത് തകർക്കത്തിന്റെ പേരിലാണ് മകളെയും ബന്ധുവിനെയും കൊന്നു തള്ളിയത്. തിങ്കളാഴ്ച വൈകിട്ടാണ് ലഹരിക്കടിമയായ ഉമ്മർ ഫാറൂഖ് മകൾ ജുമൈല, ഭാര്യയുടെ സഹോദരി ഭർത്താവ് ഷെയ്ഖ് അബ്ബ എന്നിവരെ വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. ആശുപത്രിയിൽ എത്തിക്കും മുമ്പ് ഗുരുതരമായി പരിക്കേറ്റ ജുമൈലയ്ക്ക് ജീവൻ നഷ്ടമായി. മംഗലാപുരത്ത് ചികിത്സയിലായിരുന്ന ഷെയ്ഖ് അബ്ബ അമിത രക്തസമ്മർദ്ദത്തെ തുടർന്ന് ഇന്ന് പുലർച്ചെയാണ് മരിച്ചത്. സ്വത്ത് തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് നിഗമനം. മറിയം ജുമൈലയുടെ ഉമർ ഫറൂഖ് മനഃപൂർവ്വം കത്തിയൊക്കെ സംഘടിപ്പിച്ച് വന്ന് കുത്തിക്കൊലപ്പെടുത്തിയാണ്. ഈ 3 പേരെയും കൊല്ലണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അയാൾ വന്നത്, ഭാര്യ ഉൾപ്പെടെ. പക്ഷെ ഭാര്യ അയാൾക്ക് കിട്ടിയിട്ടില്ല. ഉമ്മർ ഫാറൂഖിനെ പോലീസ് ഇന്നലെ തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇയാൾ സ്ഥിരമായി ലഹരി ഉപയോഗിക്കാറുണ്ട് എന്നാണ് ബന്ധുക്കളും നാട്ടുകാരും പോലീസിന് നൽകിയ മൊഴി. ഭാര്യയുടെ പേരിലുണ്ടായിരുന്ന സ്ഥലം എഴുതി നൽകാത്തതിനെ തുടർന്നാണ് ഉമ്മർ പൈശാചികമായ ആക്രമണം നടത്തിയത്. കൊലപാതക സമയത്ത് ഉമ്മർ രാസലഹരി ഉപയോഗിച്ചിരുന്നോ എന്നറിയാൻ രക്തസാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഫലം വന്ന ശേഷമാകും കൂടുതൽ കാര്യങ്ങളിൽ വ്യക്തത വരിക. 3 മാസം മുമ്പാണ് ഉമ്മർ വിദേശത്ത് നിന്ന് കേരളത്തിലെത്തിയത്. വ്യാജ പാസ്പോർട്ട് തയ്യാറാക്കിയതുൾപ്പെടെയുള്ള കേസുകളിൽ പ്രതിയാണ് ഇയാൾ. വിദേശത്തുള്ളപ്പോഴും തിരിച്ചെത്തിയപ്പോഴും ഉമ്മർ രാസലഹരി ഉപയോഗിച്ചിരുന്നതായി പോലീസിന് സൂചന ലഭിച്ചിട്ടുണ്ട്. സ്വന്തം പേരിലുള്ള സ്ഥലം ഉൾപ്പെടെ വിറ്റ പണം ഉപയോഗിച്ച് ലഹരി വസ്തുക്കൾ വാങ്ങിയ ആളാണ് ഉമ്മർ. വരുമാനം നിലച്ചതോടെ ഭാര്യയുടെ പേരിലുള്ള സ്ഥലം സ്വന്തം പേരിൽ എഴുതി നൽകാൻ ഉമ്മർ ആവശ്യപ്പെട്ടു. ഭാര്യയും ബന്ധുക്കളും ഇത് നിഷേധിച്ചതോടെ ക്രൂരകൃത്യം നടത്തുകയായിരുന്നു. സഹോദരനൊപ്പം ഭാര്യ വീട്ടിലെത്തിയ ഉമ്മർ നേരത്തെ നിശ്ചയിച്ച പ്രകാരമാണ് ആക്രമണം നടത്തിയതെന്നും അതിൻ്റെ ഭാഗമായാണ് ആയുധം കയ്യിൽ കരുതിയതെന്നുമാണ് പോലീസിൻ്റെ നിഗമനം. ന്യൂസ് മലയാളം, കാസർഗോഡ്.